First term evaluation 2024-25 7th standard maths in the answer key. First question, draw parallelogram with the given measures. First 5 cm ഉള്ള ഒരു വര വരക്കുക. എന്നിട്ട് അതിൻ്റെ വലതുവശത്തു നിന്ന് 50 ഡിഗ്രി എടുക്കാം. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 130 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മുടെ പാരലോഗ്രാം വരക്കുമ്പോൾ ഈ ബേസ് ആംഗിൾ അതായത് ഇവിടെയും കൂട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും, 60 ആണെങ്കിൽ 120 ആയിരിക്കും, 70 ആണെങ്കിൽ 110 ആയിരിക്കും എടുക്കേണ്ടി വരിക. പിന്നെ ഇത് നമുക്ക് ഇവിടെ 3 എന്ന് പറയുന്ന സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ 3 ആകുമ്പം ഇവിടെയും 3 തന്നെയായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ 50 ഡിഗ്രി വിത്ത് 3 സെൻറ്റിമീറ്റർ എടുത്ത് അവിടെ വെക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് 130 വെച്ചിട്ട് അത് ആ വര 130 ഡിഗ്രി അളവിൻ്റെ വര 3 സെൻറ്റിമീറ്റർ എടുത്ത് വെക്കുക. പിന്നെ അതിനെ ജസ്റ്റ് ആ എൻഡ് അതിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ചാൽ മതി. Question, what is the measure of largest angle of parallelogram? അത് നമുക്കറിയാം അതിൻ്റെ ഇങ്ങേ ഭാഗം 130 ആയിരിക്കും. Which of the following is the measure of 4 angles of a parallelogram? പാരലോഗ്രാമിൻ്റെ 4 സൈഡ് ആവുന്നത് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50, ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും 130. അങ്ങനെ രണ്ട് പെയേഴ്സ് ഈക്വലായിട്ട് വരുന്ന സൈഡ് എന്ന് പറയുന്നത് സി മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും എല്ലാ സൈഡും ഈക്വലായിട്ട്. ഇവിടെ ഇപ്പം 140 ഉണ്ട്, പിന്നെ ഇവിടെ 50 ഉണ്ട്. പക്ഷേ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 50യും 140യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 190 ആണ് കിട്ടുക. 190 കിട്ടാൻ പാടില്ല, നമുക്ക് 180 മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അടുത്തത് ആക്ടിവിറ്റി 2, ദ ഫിഗർ ഷോസ് ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫ്രാക്ഷൻസ്. അതിലെന്താണ് ഫിഗർ ഡ്രോൺ. ആ ഫിഗർ വരഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് 1/4 ആണ്, ഇവിടെ 1/5 ആണ്. അതായത് 5 അങ്ങനെ 4 പാർട്ടും 5 പാർട്ടും അങ്ങനെയുള്ള ഫ്രാക്ഷനാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ദ കളേർഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ദ പ്രോഡക്റ്റ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താ വിച്ച് ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ദ പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് 1/20 ആയിരിക്കും. 1/20 അതായത് മൊത്തമുള്ളതിൻ്റെ അകത്തുള്ള ഒരു പാർട്ട്, അതായത് 20 പീസിൽ ഒരു പീസ് എന്നർത്ഥം. ദ പ്രോഡക്റ്റ് ഓഫ് വിച്ച് 2 ഫ്രാക്ഷൻസ് ഫൗണ്ട് ഫ്രം ദ പിക്ചർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/4 × 1/5 ആണ്. 1/20 വരിക. 1 × 1 1 കിട്ടും, 4 × 5 20 കിട്ടും. ഡ്രോ പിക്ചർ ടു ഇൻഡിക്കേറ്റ് 1/4 × 1/3 റൈറ്റ് ദ പ്രോഡക്റ്റ്. 1/4 × 1/3 എന്ന് പറയുമ്പോൾ 1/12 ആണ് വരിക. 1 × 1 1 കിട്ടും, 4 × 3 12 കിട്ടും. ഡ്രോ പിക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് 1/4 × 1/5 ആണ്. അപ്പോൾ 1/4 × 1/3 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇത്ര വരെ 3 മാത്രമേ വേണ്ടൂ. ഇവിടെ ഇങ്ങനെ 3 മാത്രം മതി. കണ്ടില്ലേ, ഇതാണ് വരിക. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇതാണ് 1/4 താഴോട്ടേക്ക് 1/3, 3 മുകളിൽ ഇങ്ങനെ സൈഡിലേക്കും. അടുത്തത് ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2/3 വരും. അതെന്താണ് 2/3. നമുക്ക് മുകളിൽ വലിയ നമ്പർ വരണം, താഴെ ചെറുതും വന്നാൽ മാത്രമേ അത് 1നേക്കാളും കൂടുതലുണ്ടാവും. 4 × 1 4/3 കണ്ട മുകളിൽ വലുത് വന്നു. അപ്പോൾ ഇതാണ് ആൻസർ വരിക. 3 × 1/3 എന്ന് പറയുമ്പോൾ ഈ 3 കട്ടായിട്ട് ആൻസർ കൃത്യം 1 ആണ് വരിക. 1/4 × 2 എന്ന് പറഞ്ഞാൽ 2/4 ആണ്. 2/4 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ് ആൻസർ വരിക. അപ്പോൾ മുകളിൽ വലിയ നമ്പറും താഴെ ചെറുതും വന്നാൽ മാത്രമേ അത് 1നേക്കാളും കൂടുതൽ വരുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, അനു ഈസ് 8 years old, ആശ ഈസ് 12 years old ആൻഡ് ദെയർ മദർ ഈസ് 40 years old. ഹൗ മെനി ടൈംസ് ഓഫ് അനൂസ് ഏജ് ഈസ് മദേഴ്സ് ഏജ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അനുവിൻ്റെ ഏജ് 8 ആണ്. 8 × 5 ആണ് 40 എന്ന് പറയുന്നത്. 8 × 5 എന്ന് പറയുമ്പോൾ 40 ആണ്, 40 ആണ് വരിക. 8 5 40 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 മടങ്ങാണ്, 5 ടൈംസ് ആണ് വരിക. വാട്ട് പാർട്ട് ഓഫ് ദ മദേഴ്സ് ഏജ് ഈസ് അനൂസ് ഏജ്. അനുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കത് 5 ടൈംസ് ആണെങ്കിൽ മറ്റേത് പറയുമ്പോൾ 1/5 എന്ന് വരും. അനുവിൻ്റെ ഏജിൻ്റെ എത്രയാണ് അമ്മേൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ടൈംസ് എന്ന് വരും. അമ്മേൻ്റെ ഏജിൻ്റെ എത്രയാണ് അനുവിൻ്റെ ഏജ് എന്ന് ചോദിച്ചാൽ 1/5 എന്ന് വരും. ഹൗ മെനി ടൈംസ് ഓഫ് അനൂസ് ഏജ് ഈസ് ആഷാസ് ഏജ്. അതിൻ്റെത് 12/8 എന്ന് ഇടുക. 12/8 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേക്ക് ഹാഫ്. 12ൻ്റെ ഹാഫ് എടുത്താൽ 6/4 എന്ന് വരും. 12ന് 8ന് ഹാഫ് എടുക്കുക, ഒരുമിച്ച് എടുക്കണം മുകളിലും താഴെയും. 6/4 എന്ന് പറയുമ്പോൾ പിന്നെ 3/2 വരും. 3/2 എന്ന് പറയുമ്പോൾ അത് 1.5 ആണ്. 1.5 ചെയ്യുന്നത് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കോഷ്യൻ്റ് 1 റിമൈൻഡറും വരും. അങ്ങനെയാണ് അത് 1.5 വരുന്നത്. ഫാദേഴ്സ് ഏജ് ഈസ് 3.5 ടൈംസ് ഓഫ് ആഷാസ് ഏജ്. ദെൻ വാട്ട് പാർട്ട് ഓഫ് ദ ഫാദേഴ്സ് ഏജ് ഈസ് ആഷാസ് ഏജ്. അതായത് 3 ഹാഫ് എന്ന് പറഞ്ഞാൽ 3 × 2 6 + 1 7/2 ആണ് വരിക. അത് തിരിച്ചിട്ട് ചോദിക്കുന്നത് കൊണ്ട് അത് 2/7 ആയിരിക്കും. 3/5 ഓഫ് എ നമ്പർ ഈസ് 60. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നമ്പർ.
3/5 of a number 60. ഏതോ ഒരു നമ്പറിൻ്റെ 3/5 ഓഫ് എ നമ്പർ 60 എന്ന് പറയുന്നത്. ഒരു നമ്പറിൻ്റെ 3/5 എന്താണ്? 60 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 60 × 5/3. ഏതോ ഒരു നമ്പറിൻ്റെ 3/5 ഒരു 60 ആണെങ്കിൽ 60 × 5/3 ആണ് ആ നമ്പർ വരിക. ഇൻ ട്രയാങ്കിൾ XYZ YZ = 6, Y = 65, Z = 55. ഡ്രോ ട്രയാങ്കിൾ. ആദ്യം ചെയ്യാം നമ്മൾ YZ ആണ്. ഇവിടെ XYZ ഉണ്ട്. YZ ആണ് ഇത് തന്നിട്ടുള്ളൂ. YZ ആണ് തന്നിട്ടുള്ളത്, XZ അല്ല. ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ YZ എടുത്തിട്ട് നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയാം. പിന്നെ Y എന്ന് പറയുന്നത് 65 ഇങ്ങോട്ടേക്ക് വരും. ഇത് 65 ആയിരിക്കും. ഇത് നമ്മുടെ YZ ആണ്. സെഡിൻ്റെ എടുക്കുന്ന നമുക്ക് 55 ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ 55 ആണ് വരിക. അപ്പോൾ 65ഉം 5ഉം 70ഉം ഇതെന്ത് വരും? 60 എന്ന് വരും. ഇവിടെ X എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരിക. 65, 65, 5, 70, 70, 50, 120, 60, 180 ഇങ്ങനെയാണ് പിക്ചർ ഉണ്ടാവുക. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇത് 65 ആണ്. ഇവിടെ 55, 65, 60 ഏറ്റവും വലുതെന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ നമ്മുടെ B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വിത്തൗട്ട് മെഷറിങ് ഇറ്റ്. അളക്കാതെ പറയണം ഏറ്റവും വലുത് ഏതാണെന്ന്. അപ്പോൾ 65 അല്ലേ? 65 ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ 65ൻ്റെ ഓപ്പോസിറ്റായ XZ ആയിരിക്കും. വാട്ട് വുഡ് ബി ദ മെഷർ ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഗിവൺ ബിലോ. നമുക്ക് മൂന്ന് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ ആ മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അത് മാത്രമേ എന്താവുള്ളൂ? ട്രയാങ്കിളിൻ്റെ സൈഡ് ആംഗിൾസ് ആവുള്ളൂ. ഇവിടെ 110ഉം 40ഉം 150 + 40 190 വരും. ഇവിടെ 60ഉം 40ഉം 170 വരുള്ളൂ. ഇത് 80, പിന്നെ ഇത് രണ്ടും കൂടി 180 വരുന്നുണ്ട്. ഇവിടെ 150 190 വരും. അപ്പോൾ ടോട്ടൽ 180 കിട്ടുന്ന ആ ഒരു സെറ്റ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 4.5 സെൻറ്റിമീറ്റർ? 4.5 സെൻറ്റിമീറ്റർ നമുക്കറിയാം. ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എന്ന് പറയുമ്പോൾ 4.5 × 4.5. 4.5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിന് 9/2, അതായത് 4 to 8 + 1 9/2 × 9/2 വരും. 9 × 9 81/4 വരും. അതിൽ 81നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 2s are 8, പിന്നെ 1 ബാലൻസ് വരും. 1ൽ പോകില്ല, അപ്പോൾ 0 ഇടാം. 0 ഇട്ട് കഴിഞ്ഞാൽ 20. നമുക്കിത് 20 × 4 80 + 1 81 എന്ന് കിട്ടും. അപ്പോൾ അതിന് 21/4 എന്ന് കിട്ടും. 21/4 20 × 4 80 + 1 81 എന്ന് കിട്ടും. 81/4 ആണ് ആൻസർ വരിക. അടുത്തത് ട്രയാങ്കിൾ ഓഫ് വിത്ത് 1/2 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഓഫ് ഫ്രം വൺ സൈഡ് ഓഫ് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ആണ്. 4.5 ഉള്ള സ്ക്വയർ ആണ്. അതിൽ 1/2 മീറ്റർ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത പീസ് ഇവിടെയുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് കട്ട് പോർഷൻ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായി. ഇത് റെക്റ്റാങ്കിൾ ആകുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് 4.5 തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 4.5 × 1/2 എന്നാണ് വരിക. അപ്പോൾ 4.5ന് നമ്മൾ എന്ത് ചെയ്യാം? ഇത് മിക്സ്ഡ് ആണ്, ഇംപ്രോപ്പർ ആക്കും. 4 × 2 8 + 1 9/2 എന്ന് വരും. ഈ സൈഡിലത്തെ 4.5 ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. 4 × 2 8 ഇത് പ്ലസ് ചെയ്യുക. 4 + 2 4 × 2 8 + 1 9/2 എന്ന് വരും. 9/2 × 1/2 9 × 1 9/4 എന്ന് വരും. 9/4 നമ്മൾ ഡിവൈഡ് ചെയ്താൽ 9/4 2 4s are 8 8/1 കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആൻസർ 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തും 2 1/4 എന്നാണ് വരിക. 2 1/4. The remaining part is cut into 2 rectangles of the same size. Among these, what is the area of rectangle? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ റെക്റ്റാങ്കിളിൻ്റെ ഇതാണ് നമ്മുടെ ഒരു സൈഡ്, ഇതാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ആണ്. അതിന് 2 ഈക്വൽ പാർട്ടാക്കിയിട്ടുണ്ട്. അതായത് സെയിം സൈസുള്ള 2 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പീസിൻ്റെയാണ്. ദ റിമൈനിങ് പാർട്ട് ഈസ് കട്ട് ഇൻ 2 റെക്റ്റാങ്കിൾസ് ഓഫ് ദ സെയിം സൈസ്. എമംഗ് ദീസ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. 2 ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ 4.5 × 2 ആണ് വരിക. കാരണം ഇതും 2 ആയിരിക്കും, ഇതും 2 ആയിരിക്കും. ടോട്ടൽ 4 ആണല്ലോ. അപ്പോൾ നമ്മുടെ 4.5 × 2 എന്ന് എഴുതാം. 4.5 എന്ന് പറയുമ്പോൾ 9/2 ആണ്. 9/2 × 2 എന്ന് പറയുമ്പോൾ ഈ 2ഉം കട്ടാവും. അപ്പോൾ 9 ആണ് ആൻസർ വരിക. വിച്ച് ഈസ് ഈക്വൽ ടു 3 1/2 × 5. നമ്മൾ 3 1/2 എന്ന് പറഞ്ഞാൽ 3 × 2 6 + 1 7/2 ആണ്. 7/2 × 5 കിട്ടും. അതിൻ്റെ ആൻസർ 35/2 ആണ്. പക്ഷേ അത് ഇവിടെ ഇല്ല, ഓപ്ഷനിലില്ല. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് മാച്ചായിട്ടുള്ളത് 5 times half of 7 ആണ്. അതായത് 7/2 എന്ന് പറയുമ്പോൾ half of 7, 7ൻ്റെ ഹാഫിനെയാണ് 7/2 എന്ന് പറയുക. 7/2 എന്ന് പറയുമ്പോൾ half of 7 × 5. അത്
A answer. 5 times half of 7. അടുത്തത് if 3 meters ribbon is cut into 3 by 4 meter pieces, how many pieces will each get? 3 meter ഉണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട് 3/4, അത് നമ്മൾ കട്ട് ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാവും. 3 into 4/3 ആണ് വരിക. അതായത് if 3 meter ribbon is cut into 3/4 meter pieces, how many pieces will you get? അപ്പം നമുക്ക് 4 പീസാണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്ത് ഈ 3യും കട്ടാക്കുക, അപ്പം 4 പീസ് കിട്ടും. What is the length of rectangle whose area is 23 1/3? 23 1/3 23 into 3 എന്ന് പറഞ്ഞാൽ 69 വരും. 69 വരും. 23 into 3 69, പിന്നെ മേലെയുള്ള 1 ആഡ് ചെയ്യുക, അപ്പോൾ 70/3 ആണ് ഇത് വരിക. ഇത് 3 3s are 9 + 1 10/3 വരും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 70/3 ഡിവൈഡ് ബൈ 10/3 എന്ന് വരും. അത് ഡിവിഷൻ നമ്മുടെ ഫ്രാക്ഷനിലില്ല, നമ്മൾ എന്ത് ചെയ്യും, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 70/3 into 10/3 3/10 എഴുതും. ഈ 3യും അങ്ങോട്ട് കട്ടായി പോവും. പിന്നെ ഈ 0, അതായത് അല്ലെങ്കിൽ നമ്മൾ 70/10 എഴുതാം, പിന്നെ ഈ 0 അങ്ങോട്ട് കട്ട് ചെയ്താൽ 7/1 എന്ന് പറഞ്ഞാൽ 7 ആണ് വരിക. സി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1. 1 അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 5ഉം കട്ട് ചെയ്താൽ 1 വരും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ 1 and half എന്ന് പറഞ്ഞാൽ അത് 3/2. 3/2 into 2/3 ആകുമ്പോൾ അത് 2ഉം കട്ടാവും, 3യും കട്ടായിട്ട് അത് 1 വരും. പിന്നെ 1/3 into 3/5 ആണ് നമുക്ക് 1 അല്ലാത്തത്. ഇവിടെ എത്തുമ്പോഴും നമുക്ക് ഈ 3, അതായത് മുകളിലും താഴെയും ഒരേ നമ്പർ നമുക്ക് കട്ടാവും. 3യും കട്ടാവും, 5ഉം കട്ടായിട്ട് 1 ആണ് വരിക. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് 1 അല്ലാത്തുള്ളൂ. ആക്ടിവിറ്റി 7 വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് നമുക്കറിയാം, ഇത് ഒരു 2 ലൈൻ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. ഇവിടെ 140, ഇവിടെ 140 ആണെങ്കിൽ 140 ആയിരിക്കും. ഇവിടെ 40 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. ഇത് രണ്ടും പ്ലസ് ചെയ്താൽ 180 കിട്ടണം. ഇത് രണ്ടും പ്ലസ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ ഇത് 40 ആയിരിക്കും. പക്ഷെ നമ്മളോട് ഇവിടെയുള്ളത് ചോദിക്കുന്നുണ്ട്, റൈറ്റ് ദ എക്സ് ആൻഡ് വൈ ആണ് ചോദിക്കുന്നത്. എക്സ് നമുക്ക് 140 കിട്ടിയിട്ടുണ്ട്. വൈ ഇവിടെ 70 ആകുമ്പോൾ ഇവിടെ 110 ആയിരിക്കും, ഇവിടെ 110 ആയിരിക്കും. ഇത് 70 ആകുമ്പോൾ ഇവിടെ 70 ആയിരിക്കും. The lines on the top and the bottom in the figure are parallel. Find the measures of 3 angles of the triangle. ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടെ 60 ആകുമ്പം ഇവിടെ 70. ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ 60, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ പാരലൽ ലൈൻസിൻ്റെ കാര്യം ഓർമ്മിച്ചാൽ മതി. പാരലൽ ലൈൻ അപ്പോൾ ഇവിടെ എന്താ കിട്ടേണ്ടത്, ഇവിടെ 50 കിട്ടണം. ഇവിടെ 50 ആകുമ്പോൾ ഇവിടെ 70 120 കിട്ടും. 120 60 180 കിട്ടും. ഇവിടെ 60 ഇവിടെ 70, അപ്പോൾ ഇത് 130 ആയി. അപ്പോൾ ഇവിടെ എന്താണ് വീണ്ടും 50 ആണ് വരിക. അപ്പോൾ 50 50 100, അപ്പോൾ പിന്നെ ഇവിടെ 80 ആയിരിക്കും. 50 50 80. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു പിക്ചർ നമ്മൾ വരയണം. ഈ ഒരു പിക്ചർ വരയാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ 6 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയാം. എന്നിട്ട് അതിനെ 3 പാർട്സ് ആക്കുക. 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ. പിന്നെ 6 സെൻറ്റിമീറ്റർ നമ്മൾ ആർക്ക് എടുത്തിട്ട് ഇവിടെ കോമ്പസിലെടുത്തിട്ട് ആർക്ക് വരയുക. ഇവിടുന്നും 6 സെൻറ്റിമീറ്ററിൽ വരയുക. അതായത് ഇവിടുന്നും 6 സെൻറ്റിമീറ്ററിൽ വരയുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ 6 സെൻറ്റിമീറ്ററുള്ള ഫിഗർ ആവും. പിന്നെ ഇതിനെന്ത് ചെയ്യുക, 3 പാർട്ടായിട്ട് ആക്കുക. ഇവിടെയും എന്ത് ചെയ്യുക, ഇതേപോലെ 3 പാർട്ടായിട്ട് അതിനെ ഇതാക്കുക. പിന്നെ നമ്മൾ ഇവിടെ അതിൻ്റെ ശരിക്കും ഫിഗർ എന്ന് പറയുമ്പോൾ എവിടെ ഇങ്ങനെ യോജിപ്പിക്കുക. പിന്നെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിൻ്റ് ഉണ്ടോ, ഈ പോയിൻറ്റിന് ഇവിടത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പാരലൈൻ വരഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. പെൻസിലുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരഞ്ഞു കൊടുക്കുക. അതായത് ഈ പോയിൻറ്റ് യോജിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്മുടെ പാറ്റേൺ ഉണ്ടല്ലോ ആ രീതിയിൽ കട്ട് ചെയ്താൽ മതി. നമ്മുടെ പക്ഷേ എന്തായിരിക്കും, ഇതെല്ലാം റോംബസിൻ്റെ ഷേപ്പാണ്. അപ്പോൾ എല്ലാം 3 ആയിരിക്കും. ഇവിടെ 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും. 3 ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇത് 3 ആയിരിക്കും. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഇത് 6 ഉണ്ട് അവിടെ. ഇവിടെ അതിൻ്റെ ഡബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ടോട്ടൽ 9 ആണല്ലോ. ഇവിടെ 6 അല്ല, ഇത് 2 വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. സോറി, ടോട്ടൽ 9 അല്ല, ടോട്ടൽ 6 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം 2 ആയിരിക്കും. എല്ലാ സൈഡും 2 വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇതെല്ലാം 2 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ 4 ഉള്ളത് നമ്മൾ 2 ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മറ്റേ വരെ അങ്ങോട്ടേക്ക് മായ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഈ ഫിഗർ വരക്കുക. ഫിഗർ നല്ല ആക്ടിവിറ്റി, 5 മാർക്കിൻ്റെ ആക്ടിവിറ്റിയാണ് ഓരോന്നും. അപ്പോൾ 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. 8 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻ അധികം ഉണ്ട്. 6 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആൻസർ കീ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബായ്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക.
ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി 6 ആക്ടിവിറ്റീസ് എന്നാണ്. 6 ആക്ടിവിറ്റി മാത്രമേ ചെയ്യേണ്ടൂ.